friends, welcome to English Mithra and welcome to FAQ session. ഇന്നും നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ട്സ് നിങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് തരാണ്, ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്ന ഒരു സെഷനാണ്. അപ്പോൾ നമുക്ക് കടക്കാം. ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാം? ഞാൻ ആദ്യം ചോദിക്കും. ഓക്കെ, ചോദിച്ചു. ഓക്കെ, when I reach there he has left, കറക്റ്റ് ആണോ? അല്ല, പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്താ, ഇതിപ്പോ എന്താ, രണ്ട് കാര്യങ്ങൾ നേരത്തെ നടന്ന രണ്ട് കാര്യങ്ങളാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ അവനാണെങ്കിൽ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റിലുള്ള കാര്യം. അപ്പൊ നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഹാസ് പ്രസന്റ് അല്ലേ. അപ്പൊ വെൻ ഐ റീച്ച് ദേർ ഹി ഹാഡ് ലെഫ്റ്റ്, അതാണ് വരുന്നത്. അതാണ് കറക്റ്റ്. ഓക്കെ, ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, പാസ്റ്റിലാണ് കാര്യം നടക്കുന്നത്. ഇനി അടുത്തത് ഞാൻ ചോദിക്കാം. ഹി ഹാഡ് ലെഫ്റ്റിന് പകരം ഹി ഹാഡ് ഗോൺ യൂസ് ചെയ്യാൻ പറ്റുമോ? ലെഫ്റ്റ് കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് രണ്ടും ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണ്. പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഗോൺ എന്ന് പറയുമ്പോൾ അയാൾ പോയി, ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിക്ക് ഗോണിന് ഒരു അർത്ഥമുണ്ട്. പക്ഷെ ലെഫ്റ്റ് അങ്ങനെയല്ല. ലെഫ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് പോയിരിക്കുകയാണ്, തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക്. ഇതിപ്പോ ഭയങ്കര വലിയ മിസ്റ്റേക്ക് ഒന്നും അല്ല, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. അതൊരു ഡിഫറൻസ് ആണ്. ലെഫ്റ്റ് ആയിരിക്കും. പിന്നെ ലെഫ്റ്റ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു യൂസേജ്. ലെഫ്റ്റ് ആണ്. നമ്മൾ എന്താ, പലരും ട്രെയിൻ ഹാസ് ഗോൺ എന്നൊക്കെ പറയത്തില്ലേ, അതിനെക്കാട്ടൊക്കെ ബെറ്റർ ലെഫ്റ്റ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള യൂസേജ്. ഇനി നമുക്ക് അടുത്തത് എന്താ I had played with their, അങ്ങനെ ചോദിക്കാം. ഇത് കറക്റ്റ് ആണോ? അല്ല, ഇത് കറക്റ്റ് അല്ല. എനിക്ക് തോന്നുന്നു അവരുടെ എന്നുള്ളതിന് ദേറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കൂടെ ഞാൻ കളിച്ചു എന്ന് പറയുമ്പോൾ എന്താ, ഐ ഹാഡ് പ്ലേഡ് വിത്ത് ദേർ എന്ന് വന്നൂടെ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ദേർ എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും പൊസഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദെയർ ബുക്ക്, ദെയർ പെയിൻ, ദെയർ ഫ്രണ്ട്, ദെയർ പേരൻസ്, അവരുടെ, അതായത് എന്തെങ്കിലും പൊസഷൻ, സാധനം അല്ലെങ്കിൽ ബന്ധം, ഇതിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദെയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ദം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഐ ഹാഡ് പ്ലേഡ് വിത്ത് ദം, എന്നിട്ട് പിന്നെ കണ്ടിന്യൂഷനും വേണം. ഐ ഹാഡ് പ്ലേഡ് വിത്ത് ദം when I was a child. No, അങ്ങനെ കാരണം അവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പറയുന്നത്. ഹാഡ് പ്ലേഡ്, അത് പറയണമെങ്കിൽ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ അങ്ങനെ പറയണം എന്നൊന്നും ഇല്ല. പക്ഷെ കുറച്ചുകൂടി മീനിങ് ഫുൾ സെന്റൻസ് ആവണമെങ്കിൽ കണ്ടിന്യൂഷൻ വേണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാനല്ലേ ചോദിക്കണ്ടേ അങ്ങോട്ട്. ഐ ഹാഡ് സോ ഹിം, ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല, ബിക്കോസ് അവിടെ ഹാഡ് ആണ്. ഹാവ്, ഹാസ്, ഹാഡ്, ഇത് മൂന്നും കഴിഞ്ഞാൽ നമുക്ക് V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സീ, സോ, സീൻ, സീനാണ് വരേണ്ടത്. സീനാണ് ഗൈസ്. ഓക്കെ, ഇനി അടുത്തത് ഞാനാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കണേ. വുഡ് യു മൈൻഡ് ഇഫ് ഐ ടെൽ യു സംതിങ്, കറക്റ്റ് ആണോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ടെൽ യു സംതിങ് കറക്റ്റ് ആണ്. കറക്റ്റ് സെന്റൻസ് ആണ്. ഒരാൾ കറക്റ്റ്. സാധാരണ നമ്മളെല്ലാം തെറ്റാണല്ലോ എടുക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ലക്കി വിന്നർ. ആ പേരും കൂടി വേണമായിരുന്നു, അതും കൂടി വേണമായിരുന്നു, കുറച്ചുകൂടി അടിപൊളിയായിരുന്നല്ലേ. ഇഫ് യു ഡോണ്ട് മൈൻഡിന് പകരം വുഡ് യു മൈൻഡ് ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം. വീണ്ടും കറക്റ്റ്. അത് ഇഫ് യു ഡോണ്ട് മൈൻഡ് വിരോധമില്ലെങ്കിൽ, വുഡ് യു മൈൻഡ് വിരോധമുണ്ടോ? ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. രണ്ടും റിക്വസ്റ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ വെരി ഫസ്റ്റ് ടൈം മൈ പ്രഡിക്ഷൻ ഇസ് പെർഫെക്റ്റ്, അത് കറക്റ്റ് ആണ്. അതൊരു ആർട്ടിഫിഷ്യൽ കരട് പോയതാ. ഓക്കെ, നീ ചോദിച്ചോ. വെരി ഫസ്റ്റ് ടൈം മൈ പ്രഡിക്ഷൻ ഇസ് പെർഫെക്റ്റ്, കറക്റ്റ് ആണോ? ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇത് ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. നമ്മൾ വെരി ഫസ്റ്റ് ടൈം, ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ് ഇൻ ടോട്ടൽ. വേർഡ് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഒരു വല്ലാത്ത രീതി. അപ്പം അങ്ങനെ പറയത്തില്ല. ഇൻസ്റ്റെഡ് യു കെൻ സേ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം മൈ പ്രഡിക്ഷൻ ഇസ് റൈറ്റ്, കറക്റ്റ്, അല്ലെങ്കിൽ പ്രഡിക്ഷൻ ഇസ് ഓൺ പോയിന്റ് എന്ന് പറയാം. പ്രഡിക്ഷൻ ഇസ് പെർഫെക്റ്റ് എന്ന് നമ്മൾ പറയില്ലല്ലോ. അത് ഈ കുറേ മലയാളം വാക്കുകളുടെ എന്താ ട്രാൻസ്ലേഷൻ എടുത്ത് കൂട്ടി യോജിപ്പിച്ച് കൂട്ടി തുന്നി വെച്ചതുപോലെ ഉണ്ട്. അത് ഡസന്റ് സൗണ്ട് നാച്ചുറൽ. പ്രഡിക്ഷൻ പെർഫെക്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പ്രഡിക്ഷൻ ഇസ് റൈറ്റ്, കറക്റ്റ്, അല്ലെങ്കിൽ ഓൺ പോയിന്റ് ആവാം. പെർഫെക്റ്റ് നമ്മൾ പറയാറില്ല. ഓക്കെ, അതാണ് ഈ സെന്റൻസിന്റെ പ്രശ്നം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നോക്കുമ്പോഴത്തേക്ക് എല്ലാ വാക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ ഡസന്റ് സൗണ്ട് റൈറ്റ്.
ഇനി അടുത്തത് ഞാൻ അത് ചോദിക്കണ്ടേ, ഗോ ഓൺ എ ട്രിപ്പ് ആണോ ഗോ ഫോർ എ ട്രിപ്പ് ആണോ കറക്റ്റ്? ഗോ ഓൺ രണ്ടും കറക്റ്റ് ആണ്. ഗോ ഓൺ എ ട്രിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ കാഷ്വൽ ആയിട്ട് ഒരു ആക്ട് ഓഫ് ട്രാവലിംഗിനെയാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ചുമ്മാ ചോദിക്കുകയാണ് ചേച്ചി ക്യാൻ ഗോ ഓൺ എ ട്രിപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കാഷ്വൽ ആയിട്ട് എവിടെയെങ്കിലും പോവാം. ഗോ ഫോർ എ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്ലേസിലേക്ക്. ഇപ്പൊ ഐ വുഡ് ഗോ ഫോർ എ ട്രിപ്പ് ടു ഡൽഹി റാദർ ദാൻ സം അതർ പ്ലേസ്. ആ സ്ഥലത്തിനേക്കാളും ഞാൻ ഈ സ്ഥലത്തിലേക്കാണ് പോവാ. അങ്ങനെ വരുമ്പോഴാണ് ഡെസ്റ്റിനേഷൻ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള സമയത്ത്, ഡെസ്റ്റിനേഷൻ പറയുന്ന സമയത്ത് ഗോ ഫോർ യൂസ് ചെയ്യാം. അല്ലാത്ത സമയത്ത് നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് ഗോ ഓൺ എ ട്രിപ്പ്, ലെറ്റ്സ് ഗോ ഓൺ എ ട്രിപ്പ് എന്ന് പറയാം. അങ്ങനെ പറയാം. പിന്നെ അത് എനിക്ക് തോന്നുന്നു ചേച്ചി വുഡ് യു ലൈക്ക് ടു കം ഓൺ എ ട്രിപ്പ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ കം ഓൺ എ ട്രിപ്പ് വരാൻ താല്പര്യം. ഫോർ എ ട്രിപ്പ് എന്ന് പോയിക്കൂടെ? ഇറ്റ്സ് ദ സെയിം ആക്ച്വലി. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഈ ഗോ ഓൺ എ ട്രിപ്പും ഗോ ഫോർ എ ട്രിപ്പും ആണെങ്കിലും ഇറ്റ്സ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്. അതെ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇറ്റ് ഡസന്റ് മാറ്റർ ആക്ച്വലി. വെൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആരും മൈക്രോസ്കോപ്പ് എടുത്ത് നോക്കത്തില്ല. ഓൺ ആണോ ഇവിടെ 4 ആണോ 2 ആണോ 4 ആണോ. ഭയങ്കര മീനിങ്ലെസ് ആയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഡസന്റ് മേക്ക് എനി സെൻസ് എന്നുള്ള രീതിയിൽ വരുമ്പോഴോ ആണ്. ഉദാഹരണത്തിന് ഇപ്പൊ വെൻ ഐ റീച്ച് ദെയർ ഹി ഹാസ് ലെഫ്റ്റ്, അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. അപ്പൊ അങ്ങനത്തെ കേസസിലാണ് നമുക്ക് ഇത് വരുന്നത്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ആക്ച്വലി ഇറ്റ് ഡസന്റ് മാറ്റർ. രണ്ടും കറക്റ്റ് ആണ്, യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് എന്റെ അടുത്തല്ലേ. One among my friends is a teacher. One of my friends ന് പകരമായിട്ട് എന്റെ വീഡിയോയില് പറയാൻ പറ്റും. പറയാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. മീനിങ് ഈസ് ദ സെയിം. ഇനി നീയല്ലേ ചോദിക്കണ്ടേ? എനിക്ക് ഇന്ന് അവിടെ എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ പറയാം, ഐ ഡോണ്ട് തിങ്ക് I'll be able to reach there. I don't think I'll reach there today. എന്ന് പറയാം. I don't think I'll be able to reach there today അല്ലെങ്കിൽ I don't think I'll reach there today. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. രണ്ടും കറക്റ്റ് ആണ്. കഴിയുമെന്ന് തോന്നില്ല, I don't think. അതാണ് ആ ഫ്രേസ് അവിടെ വന്നിരിക്കുന്നത്. എന്ത് കാര്യം കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ I don't think I can. I don't feel like താഴെ വന്നതാണ്. അതെ, തോന്നുന്നില്ല, ഇവിടെ കഴിയുന്നില്ല. I don't think I can എന്നുള്ള രീതി. I don't think I'll be able to എന്ന് പറയുമ്പോഴത്തേക്ക് able to എന്ന് പറയുന്ന ക്യാൻ്റെ റീപ്ലേസ്മെന്റ് ആണ്. സോ അത് യൂസ് ചെയ്യാം. I will can എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിന് പകരം I'll be able to. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സെന്റൻസസും വേർഡ്സും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കോമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം, DM ചെയ്യാം. ഞങ്ങൾ ഉറപ്പായിട്ട് മറുപടി തരുന്നതായിരിക്കും. ഇതുപോലെ വീഡിയോയിലൊക്കെ അത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യാം, പിന്നെ ഷെയർ ചെയ്യാം. അറിവ് പകരാനുള്ളതാണ്. സ്പ്രെഡ് നോളജ്. ഓക്കെ, സ്പ്രെഡ് നോളജ്, സ്പ്രെഡ് ഇൻഫർമേഷൻ. പിന്നെന്താ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് കണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ടാണ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങളുടെ നോളജ് ഇതുപോലെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ വീഡിയോസ് കണ്ടതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പഠിക്കണം എന്നില്ല. അതിന് നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെയല്ല ഇംഗ്ലീഷ് പഠിച്ചത്. അല്ലാതെ നമ്മൾ വെറുതെ വായിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പം ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ബയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ, സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. English Mithra. Stop worrying, start learning.